അപ്പൊ ഗൈസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ നമ്മുടെ ആദ്യം പോണത് ഇപ്പൊ മൈസൂർ പാലസിലേക്കാണ്. അവിടുന്ന് വൃന്ദാവൻ ഗാർഡൻ പോവും. അപ്പൊ നമുക്ക് എല്ലാവരും റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ മൈസൂർ പാലസിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റുള്ള അങ്ങോട്ടേക്ക്. അപ്പൊ ഇവിടെ ഓട്ടോ ഉണ്ട് അടുത്ത് തന്നെ. അപ്പൊ അതേ ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ബാക്കിട്ടാണ് മൈസൂർ പാലസ്. ಪ್ರತಿದಿನ ಬೆಳಗ್ಗೆ 10ರಿಂದ ಸಂಜೆ 5:30ರವರೆಗೆ ಪ್ರವಾಸಿಗರು ಕೌಂಟರ್ಗಳಲ್ಲಿ ಟಿಕೆಟ್ ಪಡೆದು ടിക്കറ്റ് എടുത്തിട്ട് എൻട്രൻസിൽ കൂടെ അകത്തേക്ക് പോണേ കേട്ടോ. ವಿಶ್ವವಿಖ್ಯಾತ ಮೈಸೂರು ಅರಮನೆಗೆ ಆಗಮಿಸಿರುವ ಪ್ರವಾಸಿಗರಿಗೆ നമ്മുടെ എൻട്രൻസിൽ കൂടി കയറി മൈസൂർ പാലസിന്റെ അങ്ങോട്ടേക്ക് നടന്നു പോകണേ കേട്ടോ. വിചാരിച്ചു ജസ്റ്റ് എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതെ അതേ നമ്മൾ അകത്തേക്ക് കയറിയിട്ടാ. അകത്തുള്ള ഈ കാഴ്ചണി കാണുന്നതാണ് മൈസൂർ പാലസ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. അതിൻ്റെ ഫോൺ അലൗഡാണോ എന്ന് അറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റണ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഗൈസ് അതിൻ്റെ എൻട്രൻസിനൊക്കെ ഫുഡ് വേസ് അലൗഡ് അല്ല, അത് നമ്മൾ മാറ്റിയിട്ടിട്ട് കയറണം. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ കേരളത്തിൽ തന്നെയാണെന്ന്. കാരണം എവിടെ തിരിഞ്ഞാലും മലയാളികൾ, അതിൽ കൂടുതൽ ഈ സ്കൂൾ പിള്ളേരാണ് കേട്ടോ. അവർ ഈ പറഞ്ഞ പോലെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കണതാണ്. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു, കുറേയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും മൈസൂർ പാലസ് ഒന്ന് ചുറ്റിക്കാണാം.